ഇടതുപക്ഷം പഞ്ചായത്തുകൾ തിരിച്ചു വരണം, ഇടതുപക്ഷം അസംബ്ലിയിൽ തിരിച്ചു വരണം. കഴിഞ്ഞ ഗവൺമെന്റ് തുടങ്ങിയ ജനോപകാരപ്രദമായ അടിസ്ഥാന നടപടികൾ തുടർന്നില്ലെങ്കിൽ കേരളം നശിച്ചു പോകും. കേരളം മറ്റിടങ്ങളിലെ പോലെ അസ്വസ്ഥമായിട്ട് മാറും. വന്നിട്ട് UDF 1-2 മാസേ ആവുന്നുള്ളൂ. ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് അത്രയങ്ങ് വെടിപ്പല്ല കാര്യങ്ങൾ. വളരെ പെട്ടെന്ന് ബുദ്ധിമുട്ടുണ്ടാകുന്നിടത്ത് ഓടിയെത്തേണ്ടുന്ന മന്ത്രിമാരെ കാണാനില്ല. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷനൊക്കെ ഇപ്പൊ നിർത്തലാക്കിയിരിക്കുകയാണ്. KSRTC ബസ്സിൽ ഒരു സൗജന്യ യാത്ര വന്നിട്ടുണ്ട്, നല്ലത്. തുടങ്ങുമ്പോൾ എല്ലാ ബസ്സിലും എന്ന് പറഞ്ഞെങ്കിലും എല്ലാ ബസ്സിലും ഇല്ല, എന്നാലും ഉള്ള ബസ് നല്ലത്. ഞങ്ങൾ അതിനൊന്നും എതിർക്കില്ല. പക്ഷെ ഇവിടെ അടിസ്ഥാനപരമായി തുടങ്ങി വെച്ചിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ പോലുള്ളവ, അതുപോലെ സ്ത്രീ സുരക്ഷാ പെൻഷൻ, അതുപോലെ മറ്റ് വെൽഫെയർ മെഷറുകൾ, ലൈഫ് മിഷന്റെ ഭാഗമായിട്ട് ഇനി ചെയ്യാൻ ബാക്കിയുള്ള വീടുകൾ, അതൊക്കെ വേണ്ടേ? അതിനൊക്കെ ഫുൾ സ്റ്റോപ്പ് ഇടുന്ന മട്ടാണ്. അതോടൊപ്പം ഇന്ത്യയുടെ കരിമണൽ കടത്തി കൊണ്ടുപോകാനുള്ള ലൈസൻസ് കൊടുക്കാൻ കേന്ദ്രം, അത് സംസ്ഥാന ഗവൺമെന്റ് നാട്ടിലുണ്ടാക്കാനല്ല, സെൻട്രൽ ഗവൺമെന്റ് ഒരു കോറിഡോർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ കോറിഡോർ അങ്ങനെ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ സമ്പത്ത് ഊറ്റിയെടുക്കാൻ വലിയ കോർപ്പറേറ്റുകളെ അനുവദിക്കുന്നു എന്ന ഭയമുണ്ട്. ആശുപത്രികൾ വലിയ തോതിൽ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ കോർപ്പറേറ്റുകൾക്ക് KKR, ബ്ലാക്ക് സ്റ്റോൺ എല്ലാം വന്ന് ഇവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാണ് ഇപ്പോൾ എടുക്കുന്നത്. ഭാവിയിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ എന്താവെന്ന് പറയാൻ സാധിക്കില്ല. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്ന ഒരു PHCയിൽ ഡോക്ടർമാരും രണ്ട് പൂട്ടിയിട്ടു. എന്നോട് ഏതൊരു മാധ്യമം ചോദിച്ചു. ഞാൻ പറഞ്ഞു PHCയെ ഫാമിലി ഹെൽത്ത് സെന്റർ ആക്കിയത് വൈകുന്നേരം വരെ അവിടെ ചികിത്സ കൊടുക്കാൻ, അത് അടിയന്തരമായി പുനഃസ്ഥാപിക്കണം. 2 ദിവസം കഴിഞ്ഞപ്പോൾ തുറന്നു എന്ന് കണ്ടു. പക്ഷേ അശ്രദ്ധയോടെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അത് പോരാ, പനി മരണങ്ങൾ ഒരുപാട് കൂടിയിരിക്കുന്നു. അതിനൊന്നും ഇപ്പോൾ മാധ്യമങ്ങളും കണക്ക് നിരത്തുന്നതായി കാണുന്നില്ല. ആ കുറവ് നികത്താൻ നമുക്ക് നന്നായിട്ട് ഇടപെടേണ്ടതായിട്ടുണ്ട്. അപ്പോ ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. 10 വർഷം കൊണ്ട് LDF ഉണ്ടാക്കിയ നേട്ടങ്ങൾ ഇല്ലാതാക്കാൻ UDF പരിശ്രമം തുടങ്ങി എന്ന് തോന്നുന്നു. ജാതിമത വർഗീയ ലഹളകളിലേക്ക് കേരളത്തെ നയിക്കുമോ എന്ന ഭയമുണ്ട്. അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഇടതുപക്ഷം കൂടുതൽ ശക്തമാകണം. ജനങ്ങളുടെ കൂടെ നിൽക്കണം, അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കണം, അവരുടെ സമരത്തിന്റെ ഭാഗമാകണം. വീണ്ടും ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കാർക്കും ഒരു തർക്കമില്ല. ഒരു കുടിലിൽ ഒളിവിൽ കഴിയുമ്പോൾ രാത്രി ഒരു പാമ്പ്, വിഷപ്പാമ്പ് അദ്ദേഹത്തെ കടിക്കുകയുണ്ടായി. കുറച്ച് കഴിയുമ്പോഴേക്കും കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. ഒരു കടലാസ് എടുത്തിട്ട് കൃഷ്ണപിള്ള അതിൽ കുറിച്ചു, എന്നെ പാമ്പ് കടിച്ചിരിക്കുന്നു, എന്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നതായി തോന്നുന്നു, ഞാനിനി അധികകാലം നിൽക്കുമെന്ന് തോന്നുന്നില്ല, സഖാക്കളെ മുന്നോട്ട്